വർഷത്തിനിടെ അതിൻ്റെ ആദ്യത്തെ റേറ്റിംഗ് വന്നപ്പോൾ ബാർക്കല്ലാതെ തൽക്കാലം നമുക്ക് മുന്നിൽ മറ്റ് സാധ്യതകളൊന്നുമില്ല. ഒരു ചാനലിൻ്റെ പെർഫോമൻസിനെ അളക്കാൻ, അത് എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് അളക്കാൻ ബാർക്ക് തന്നെയാണ് നമുക്ക് മുന്നിലുള്ള ഒരു മാനകം. ആ നിലയ്ക്ക് നോക്കിയാൽ തരക്കേടില്ലാതെ, അതായത് ഈ ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ മികച്ച രീതിയിൽ ആളുകൾക്കിടയിലേക്ക് എത്താൻ ന്യൂസ് മലയാളം 24/7 കഴിഞ്ഞു എന്ന് തന്നെയാണല്ലോ വ്യക്തമാവുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ ചാനൽ വരുന്ന ഘട്ടത്തിൽ ആദ്യം ഉണ്ടായ ചർച്ച എന്ന് പറയുന്നത് ഇത്രയും ന്യൂസ് ചാനലുകളെല്ലാം ഇവിടെ ഉണ്ടല്ലോ, ഇനി എന്തിനാണ് വേറൊരു ന്യൂസ് ചാനൽ കൂടി മലയാളത്തിൽ എന്നുള്ളതായിരുന്നു. സത്യത്തിൽ ആ സാഹചര്യത്തിലാണ് പുതിയൊരു ന്യൂസ് ചാനൽ മലയാളത്തിൽ വേണ്ടത് എന്ന് തന്നെയാണ്. അതിന് തൊട്ട് മുമ്പ് ഒരു 2 വർഷം ഞാനും സനീഷും ഒക്കെ ഈ ടെലിവിഷനിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. സ്വാഭാവികമായിട്ടും ആ സമയത്ത് തോന്നിയിട്ടുള്ളത് മറ്റൊരു ടെലിവിഷൻ ചാനൽ വേണം എന്നുള്ളത് തന്നെയാണ്. അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെ അത് വ്യത്യസ്തമാകും എന്നുള്ള ചോദ്യത്തിന് ഒരു പരിധി വരെ സ്വാഭാവികമായും ഈ മാർക്കറ്റിനെയൊക്കെ തിരിച്ചറിഞ്ഞ് തന്നെ വേണമല്ലോ ഇടപെടാൻ. അപ്പോൾ ഒരു പരിധി വരെ അതുകൂടിയാണല്ലോ, മാർക്കറ്റ് കൂടിയാണ്, അത് മറച്ചു വെച്ച് നമുക്കൊന്നും പോകാൻ കഴിയില്ല. അപ്പോൾ അത് ആ നിലയ്ക്ക് നമ്മൾ ഇടപെടുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ പ്രതീക്ഷകളെയും ഈ പ്രേക്ഷകരുടെ പ്രതീക്ഷകളെയും എല്ലാം, അതായത് നമ്മളൊരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് തന്നെ, ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് തന്നെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വന്നത്. ആ ഒരു പരിധി വരെ ആ നമ്മുടെ ഒരു കാഴ്ചപ്പാടിലേക്ക് തന്നെ, അതിലൂടെ തന്നെ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയായിരിക്കും നമുക്ക് തരക്കേടില്ലാത്ത ഒരു പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റാനും ആളുകൾ ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് മാറാനും ഒക്കെ കഴിഞ്ഞതിന് കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്.